ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്താണ് ഇൻകം ടാക്സ്, ഏതൊക്കെ ഫോമിലാണ് ഇൻകം ടാക്സ് ഫയൽ ചെയ്യാനുള്ളത്, ഏറ്റവും മികച്ച രീതിയിൽ നമുക്കെങ്ങനെ ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഇൻകം ടാക്സ് ഫയൽ ചെയ്യുക എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് എല്ലാവരും ടാക്സ് അടക്കുക എന്നുള്ളതല്ല. അവരവരുടേതായ വരുമാനം എത്രയാണെങ്കിലും അത് ആദായ നികുതി വകുപ്പിന് കീഴിൽ സമർപ്പിക്കുക എന്നുള്ളതാണ് ഇൻകം ടാക്സ് റിട്ടേൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ പാൻ കാർഡ് ഹോൾഡേഴ്സിനും വാലിഡ് ആധാർ നമ്പറുള്ള മുഴുവൻ പേർക്കും ഇൻകം ടാക്സ് സമർപ്പിക്കാൻ കഴിയും. അവർ അത് സമർപ്പിക്കേണ്ടതുമാണ്. എത്ര തുകയ്ക്ക് മുകളിലുള്ളവരാണ് ആദായ നികുതി അടയ്ക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ വരെ അത് 3 ലക്ഷം രൂപയായിരുന്നു എങ്കിൽ 2019-20 വർഷത്തിൽ അതിൻ്റെ പരിധി 5 ലക്ഷത്തിന് മുകളിലാക്കി മാറ്റിയിട്ടുണ്ട്. 5 ലക്ഷത്തിന് മുകളിലുള്ളവർ മാത്രമേ ആദായ നികുതി അടയ്ക്കേണ്ടതുള്ളൂ. അതുപോലെ ആ വർഷത്തെ ഫിനാൻഷ്യൽ ഇയറിലെ അതിൻ്റെ അവസാന ഡേറ്റ് എന്നുള്ളത് നവംബർ 30, 2020 എന്നാക്കിയും മാറ്റി. ഇനി ആദായ നികുതി സമർപ്പിക്കാൻ വേണ്ടി ആവശ്യമായ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, പാൻ കാർഡ് ഉള്ളവർക്കാണ് ആദായ നികുതി അടയ്ക്കേണ്ടത്. അവർക്ക് ആധാർ കാർഡ് ഉണ്ടായിരിക്കണം. അതുപോലെ അവരുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, അതുപോലെ ഒന്നുകിൽ ആധാർ അല്ലെങ്കിൽ ബാങ്ക് ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോൺ നമ്പർ ആവശ്യമാണ്. പേഴ്സൺ ആണെങ്കിൽ അവരുടെ ഫോം 16 ആവശ്യമാണ്. നമുക്കിനി ഏതൊക്കെയാണ് ITR ഫോം നിലവിലുള്ളത് എന്ന് നോക്കാം. ഒന്ന്, ITR 1, ITR 2, ITR 3, ITR 4, ITR 5 എന്നിങ്ങനെ ITR റിട്ടേണുകളെ തരംതിരിച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനമായി നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ITR 1 എന്നുള്ളതിനെ കുറിച്ചാണ്. ഏറ്റവും മോസ്റ്റ് യൂസബിൾ ആൻഡ് കോമൺ ഫോമാണ് ITR 1 സഹജ് എന്നതിൻ്റെ അർത്ഥം തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇത് ഫയൽ ചെയ്യേണ്ടത് പ്രത്യേകിച്ചും സാലറീഡ് ഇൻഡിവിജ്വൽസാണ്. അവരുടെ സാലറി, പെൻഷൻ, ഫാമിലി പെൻഷൻ, ഇൻട്രസ്റ്റ് ഓഫ് ഇൻകം ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കാണിക്കേണ്ടുന്ന ITR ഫോമാണ് ITR 1. ITR 1 ഏറ്റവും കോമണായി യൂസ് ചെയ്യുന്ന പ്രത്യേകിച്ചുള്ള ആൾക്കാരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ടീച്ചേഴ്സ്, മിലിറ്ററി പേഴ്സണൽസ്, പോലീസ് ഓഫീസേഴ്സ്, അതർ ഗവൺമെൻറ് എംപ്ലോയീസ്, അതുപോലെ സാലറീഡ് പേഴ്സൺ ഇൻ അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സ് എല്ലാവരും ഫയൽ ചെയ്യേണ്ടത് ITR 1 ആണ്. വീഡിയോ ഞാൻ പ്രത്യേകിച്ചും ചെയ്യാനുള്ള കാരണം മിലിറ്ററി പേഴ്സണൽസിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. കാരണം പലപ്പോഴും അവരുടെ ജോലിയുടെ കാഠിന്യം കൊണ്ടും ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പലപ്പോഴും അവർക്ക് അവരുടെ ITR കൃത്യമായ രീതിയിൽ ഫയൽ ചെയ്യാനോ അവരുടെ TDS തിരിച്ചു പിടിക്കാനോ അവർക്ക് സാധിക്കാറില്ല. ഇത് പലപ്പോഴും അവരെ ചൂഷണം ചെയ്യുന്നതിലേക്ക് വരെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി തയ്യാറായിരിക്കുന്നത്. എംപ്ലോയർ എംപ്ലോയിയുടെ പേരിൽ എംപ്ലോയിക്ക് കൊടുക്കേണ്ടുന്ന സാലറിയിൽ നിന്ന് അല്ലെങ്കിൽ എമൗണ്ടിൽ നിന്ന് കട്ട് ചെയ്ത് ആ തുക ഗവൺമെൻറ്റിലേക്ക് അടക്കുന്നതിനെയാണ് TDS എന്ന് പറയുക. ആ തുക നമ്മൾ കൃത്യമായ രീതിയിൽ ITR ഫയൽ ചെയ്തുകൊണ്ട് ആ TDS നമുക്ക് തിരിച്ചെടുക്കാനുള്ള അവസരം നമുക്കുണ്ട്. മറ്റ് എല്ലാ വരുമാനവും അതുപോലെ നമുക്ക് കാണിക്കാൻ കഴിയുന്ന മുഴുവൻ ഡിഡക്ഷൻസും കാണിച്ചുകൊണ്ട് നമുക്ക് ആ തുക തിരിച്ചെടുക്കാൻ വേണ്ടി കഴിയുന്നതാണ്. ഈ വീഡിയോയിൽ കൂടി എങ്ങനെയാണ് ഇൻകം ടാക്സ് ഫയൽ ചെയ്യേണ്ടത് എന്ന് വ്യക്തമായി ഞാൻ കാണിക്കുന്നുണ്ട്. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. അതിനുള്ള നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഇതിനെക്കുറിച്ചുള്ള മറ്റു വിവരങ്ങളുമൊക്കെ ഞാൻ ചേർക്കുന്നതാണ്. വളരെ ശ്രദ്ധിച്ച് എല്ലാ കാര്യങ്ങളും എൻ്റർ ചെയ്യുക. അതുപോലെ നമ്മുടെ സാലറി നമുക്ക് ഫോം 16 നിന്ന് നമുക്ക് ലഭിക്കും. അതിൽ നിന്ന് സാലറി കാൽക്കുലേറ്റ് ചെയ്ത് അതിനുശേഷം എന്തൊക്കെയാണോ നമുക്ക് ചെയ്യാനുള്ള ഡിഡക്ഷൻസ്, ആ ഡിഡക്ഷൻസൊക്കെ കൊടുത്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. ചെയ്യുന്ന സമയത്ത് തെറ്റിക്കാതെ ശ്രദ്ധിക്കണം. വളരെ ശ്രദ്ധാപൂർവം കാര്യങ്ങൾ വീക്ഷിച്ചുകൊണ്ടാണ് ചെയ്യേണ്ടത്. നമ്മുടെ ഇൻകം ടാക്സ്
ഫയലിംഗ് ഇതുപോലെ നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. നമുക്കിങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മുടെ TDS എത്രയാണ് ആയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ ITRൽ തന്നെ ആ എമൗണ്ട് കൃത്യമായിട്ടുണ്ടാവും. അവിടെ നിന്ന് നമുക്ക് ആ TDS മനസ്സിലാക്കി ആ TDS എങ്ങനെ നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. LIC പ്രീമിയം, സുകന്യ സമൃദ്ധി യോജന, അതുപോലെ മെഡിക്കൽ എക്സ്പെൻഡിച്ചർ ഫോർ ഡിപ്പെൻഡൻസ്, അതുപോലെ ഡൊണേഷൻസ് CMDRF, അതുപോലെ അത്തരത്തിലുള്ള ഡിഡക്ഷൻസ് ഒക്കെ നമുക്ക് കാണിച്ചുകൊണ്ട് നമ്മുടെ ഇൻകം ടാക്സ് നമുക്ക് ഒരുപാട് എമൗണ്ട് എക്സംപ്റ്റഡ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ കൃത്യമായ രീതിയിൽ കൊടുക്കാനുള്ള കോളങ്ങൾ ഇവിടെയുണ്ട്. അപ്പോൾ അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയുന്നതാണ്. പ്രധാനമായുള്ള എക്സംഷൻസ് എന്ന് പറയുന്നത് ATC എന്ന സെക്ഷൻ പ്രകാരം 1,50,000 രൂപ വരെ നമുക്ക് കുറച്ച് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ഹൗസിംഗ് ലോൺ അത് നമുക്ക് അതിൻ്റെ അടവ് നമുക്ക് ഇതിൻ്റെ അകത്ത് എക്സംപ്റ്റഡ് ആയിട്ട് കാണിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. മെഡിക്കൽ എക്സ്പെൻഡിച്ചർ ഫോർ ഡിപ്പെൻഡൻസ്, നമ്മുടെ അച്ഛൻ അമ്മ സീനിയർ സിറ്റിസന് വേണ്ടി നമ്മൾ ചിലവാക്കിയിരിക്കുന്ന തുക അതൊക്കെ നമുക്കിവിടെ കാണിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്.